ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്കിടയിൽ നഷ്ടമായിരിക്കുന്നു. ഇമോഷണൽ അറ്റാച്ച്മെന്റ് എവിടെയോ എനിക്ക് നഷ്ടമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്നാണ് ലക്ഷ്മിപ്രിയയെ കൊണ്ടുവരാൻ അവിടെ സ്ത്രീകൾ ആരും സമ്മതിക്കത്തില്ല എന്നാണ് ഞങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോൾ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ലക്ഷ്മിപ്രിയ ഇനി ഞങ്ങൾക്ക് അവിടെ കൊലപാതകം നടക്കും, ഇനി അമ്മ സംഘടന കൊലപാതകം വരെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ലക്ഷ്മിപ്രിയയുടെ ചില കാര്യങ്ങളുമായിട്ടാണ്, അതായത് ഹസീന, നമ്മുടെ പഴയ കിരീടത്തിലെ നടിയായ ഉഷ ഇന്നൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലക്ഷ്മിപ്രിയയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ചത്താൽ കൂടി ലക്ഷ്മിപ്രിയ അമ്മയിലേക്ക് തിരിച്ചെടുക്കില്ല, അവൾ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കകത്ത് കൊലപാതകം വരെ നടക്കും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അതിനോടൊപ്പം ലക്ഷ്മിപ്രിയ ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിട്ടൊരു പോസ്റ്റ് ഞാൻ കുറെ ദിവസമായിട്ട് തപ്പയാണ്. ഈ പോസ്റ്റിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? അതായത് എൻ്റെ ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്താണ് പറയുന്നത്, എൻ്റെ ഒരു പാലിൽ കുടമാണ്, തങ്കക്കുടമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാനില്ലെങ്കിൽ എൻ്റെ ഭർത്താവില്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഇതേ ലക്ഷ്മിപ്രിയ തന്നെ ഒരു കൊല്ലം മുമ്പ് നമ്മൾ ഡിവോഴ്സ് ആവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടായിരുന്നു. അത് 2 മണിക്കൂറിന് ശേഷം അത് എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. പക്ഷെ എല്ലായിടത്തും ഈ വാർത്ത വന്നിട്ടുണ്ട്. ഈ പോസ്റ്റ് എന്താണ്, ആക്ച്വലി ആ പോസ്റ്റിൽ എന്തായിരുന്നു ഉള്ളത് എന്ന് ഞാൻ നോക്കിയപ്പോൾ തപ്പിപ്പിടിച്ചെടുത്തു. ആ പോസ്റ്റ് നമുക്ക് ഇവിടെ വെക്കാം എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഹസീന പറഞ്ഞത് എന്താണെന്ന് ആദ്യം കേൾക്കാം. ഓക്കെ, ഇന്നലെയൊക്കെ കേട്ടത് രാജിവെച്ച് പോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് അങ്ങനെ രാജിവെച്ച് പോയവരെ കൊണ്ടുവരാനാണ് ഇതിനു മുൻപ് രാജിവെച്ച് പോയവരെയും കൂടെ കൊണ്ടുവരണ്ടേ? ആദ്യം അതല്ലേ ചെയ്യേണ്ടത്? അതെ. അപ്പൊ ഒരേപോലെ രണ്ടുപേര് ഒരു പന്തലിൽ 2 സദ്യ വിളമ്പുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെയും കൂടെ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ അതിജീവിതം ഉൾപ്പെടെയുള്ളവരെ നമ്മൾ കൊണ്ടുവരേണ്ട, ആദ്യം അവരെയാ കൊണ്ടുവരേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇവരെയും കൊണ്ടുവരുന്നെങ്കിൽ. ഓക്കെ, ഇവർ പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് പിഷാരടി അടങ്ങുന്ന അഡോഫ് കമ്മിറ്റി വന്നപ്പോൾ പിഷാരടി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ എന്താണ്, ഇനി ഇപ്പോൾ രാജിവെച്ച് പോയവരൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞു. അതുമല്ല ലക്ഷ്മിപ്രിയ വന്ന പിന്നെ ഒരു ബൈറ്റ് കൊടുത്തിരുന്നു, നമ്മളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചർച്ച നടക്കുന്നു, ഉന്നതങ്ങൾ നിൽക്കുന്ന വലിയ വലിയ നടന്മാർ, മോഹൻലാൽ അടക്കമുള്ള നടന്മാർ സംസാരിക്കട്ടെ, ഞാൻ ആലോചിക്കാം, വേണമെങ്കിൽ ഞാൻ പോയി അമ്മയെ രക്ഷപ്പെടുത്താം എന്നൊക്കെ ഒരു വലിയ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ പറയുന്ന നമ്മുടെ ഹസീന പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. രാജിവെച്ച് പോയവരെ തിരിച്ചെടുക്കണമെങ്കിൽ ആദ്യമേ രാജിവെച്ച് പോയവരുണ്ട്, അവരെ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അതിജീവിതം ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് പോലും അവർക്കൊക്കെ നിങ്ങളൊരു ഇൻവിറ്റേഷൻ അയക്കൂ, അവർക്കൊരു നിങ്ങൾ തിരിച്ചു വരൂ എന്ന് പറഞ്ഞാൽ അയക്കണമല്ലോ. ഇപ്പോഴും പോയവരെ ഇപ്പൊ തന്നെ എടുക്കണമെന്ന് എന്താണ് നിർബന്ധം എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? രാജിവെച്ച് പോയവരെ, അവരുടെ സ്വമേധയാ രാജിവെച്ച് പോയവരെ നിങ്ങൾ തിരിച്ചെടുക്കണമെങ്കിൽ ഇതിനു മുമ്പേ രാജിവെച്ച് പോയ അതിജീവിത ഉൾപ്പെടെയുള്ളവരെ നിങ്ങൾ തിരിച്ചെടുക്കണം. എന്നിട്ട് മതി ഈ പറഞ്ഞ തെറി വിളിച്ചവരെ തിരിച്ചെടുക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. അടുത്ത്, ഇനി ഇവരെ ലക്ഷ്മിപ്രിയ തിരിച്ചെടുത്താൽ ഇവരൊക്കെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഉത്തരവുണ്ട്. പക്ഷേ ലക്ഷ്മിപ്രിയയെ കൊണ്ടുവരാൻ അവിടെ സ്ത്രീകൾ ആരും സമ്മതിക്കത്തില്ല എന്നാണ് ഞങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോൾ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ലക്ഷ്മിപ്രിയ ഇനി ഞങ്ങൾക്ക് അവിടെ കൊലപാതകം നടക്കും, ഇനി അമ്മ സംഘടന കൊലപാതകം വരെ നടക്കും. അതുകൊണ്ട് അവരെ ഇനി കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. ഞങ്ങൾ എതിർക്കും, ശക്തമായിട്ട് എതിർക്കും ലക്ഷ്മിപ്രിയയെ കൊണ്ടുവന്നാൽ. മനസ്സിലായോ? ലക്ഷ്മിപ്രിയ തിരിച്ചു കൊണ്ടുവന്നാൽ അമ്മ സംഘടനയിൽ കൊലപാതകം വരെ നടക്കും എന്നാണ് ഉഷ പറയുന്നത്. നമ്മൾ എതിർക്കും, ശക്തമായിട്ട് എതിർക്കും എന്നുള്ളത്. കാരണം അവരെ കുറ്റം പറയാൻ കാര്യമില്ല, അമ്മാതിരിയാണ് ഇരുന്ന് അരമാദിച്ചത് എന്നുള്ളത്. സ്വന്തം അവിടെയുള്ള സെക്രട്ടറിയെ വരെ എന്ത് ചെയ്തു, ഈ രീതിയിൽ നീന കുറുപ്പിനെ ഈ രീതിയിൽ പ്രാഗി തള്ളി, ഞാൻ എന്തോ മറ്റവളാണെന്നുള്ള രീതിയിൽ ഞാൻ എന്തോ ഈ പറയുന്ന ഈ ഒരു പൊസിഷൻ കിട്ടിയപ്പോൾ ഞാൻ എന്തോ മറ്റവളാണ് എന്നൊരു ചിന്ത വന്നു. ആ ചിന്തയിൽ നിന്ന് ഉടലെടുത്ത സംഭവങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ പറയുന്നത് നമ്മൾ കൂട്ടത്തോടുള്ളവരെയൊക്കെ സംസാരിച്ച് മറ്റുള്ളവരെ കൊണ്ടുവരുന്നത് ഓക്കെ, പക്ഷെ ലക്ഷ്മിപ്രിയെ ഇവിടെ കൊണ്ടുവന്നാൽ ഈ അമ്മ സംഘടന ഒരു കൊലപാതകം നടക്കും, നമ്മളെ ശക്തമായി എതിർക്കും എന്നുള്ളതാണ്. അപ്പൊ ലക്ഷ്മിപ്രിയ ഇതുവരെ കുറെ മുടിച്ചൊക്കെ കുറെയൊക്കെ ഊഞ്ഞാലായിട്ട് ഉണ്ടാക്കി. അതായത്
സ്പോൺസറെ കൊണ്ടുവന്നാൽ അതിന്റെ 20%, മനസ്സിലായോ? ഒരാൾ 1 കോടി രൂപ ഒരു സ്പോൺസർഷിപ്പ് കൊണ്ടുവന്നാൽ 20% കൊണ്ടുവന്ന ആൾക്കാർക്ക് കൊടുക്കും. അതായത് 20 ലക്ഷം രൂപ. മനസ്സിലായോ? ചില്ലറ കളിയല്ല. അപ്പൊ നല്ല രീതിയിൽ ഈ ഒരു 10 മാസത്തെ കാലാവധിയിൽ ലക്ഷ്യപ്രിയ അടക്കമുള്ളവർ ഉണ്ടാക്കി എന്നുള്ളത്. അതാണ് ഞാൻ അൻസിമൻ ചോദിച്ചപ്പോൾ എന്റെ വീട്ടിൽ കുറെ പണം, അതിന് ഇങ്ങനെ ഒരു 50,000 എടുത്തു കൊടുത്തു. ബാക്കി കെട്ട് കണക്കായിട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ ആ കട്ടുമുടിപ്പ് ഇനി നടക്കില്ല എന്നാണ് ചുരുക്കം. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി 1 വർഷം മുമ്പ് ലക്ഷ്യപ്രിയ തന്റെ സ്വന്തം ഭർത്താവിൽ നിന്ന് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് 1 മണിക്കൂറിനകം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കിവിടെ അതിന്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് ഇവിടെ കാണിക്കാം. ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജീവിതം 40കളുടെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു. പലവട്ടം ആലോചിച്ചുറപ്പിച്ച എൻ്റെ ശരിയിലേക്ക് ഞാൻ നിലയുറപ്പിക്കുകയാണ്. ഒരിക്കലും കുടുംബവിശേഷങ്ങൾ അമിതമായി സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവയ്ക്കാറില്ല. ജീവിതം അതിൻ്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് ഭംഗി എന്നാണ് എൻ്റെ വിശ്വാസം. 22 വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. 22 വർഷമായി തുടരുന്ന ദാമ്പത്തിക ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ബാക്കി വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത്. ഇത് കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്കിടയിൽ നഷ്ടമായിരിക്കുന്നു. ഇമോഷണൽ അറ്റാച്ച്മെന്റ് എവിടെയോ എനിക്ക് നഷ്ടമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്നാണ് നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ കുറിപ്പ്. തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ്. എല്ലാം എന്റെ പ്രശ്നമാണ്. ആയതിനാൽ ചേർത്ത് വച്ചാലും ചേരാത്ത ജീവിതം. അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു. ആരംഭത്തിന് എല്ലാം അവസാനമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു. ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതെ ഇരിക്കുക. ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി. അതുമാത്രമാണ് കാരണം. ഞങ്ങളുടെ സ്വകാര്യത, മകൾ, ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു. ഇങ്ങനെയാണ്. ഓക്കെ, നമ്മുടെ സ്വകാര്യത, മകൾ, ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ അടുത്ത് കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കേസുണ്ട്. തെറ്റ് മൊത്തം എൻ്റെതാണ്, ഭർത്താവിന്റെ ഒരു തെറ്റുമില്ല, എല്ലാം എൻ്റെ അഹങ്കാരത്തിന്റെ പുറത്ത് സംഭവിച്ചതാണ് എന്ന് സ്വയം സമ്മതിക്കുന്നുണ്ട്. താങ്കൾ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നാളെ ഒരു ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കറിയാം, താങ്കൾ പറയാതെ തന്നെ അറിയാം, താങ്കൾക്ക് തന്നെയായിരിക്കും തെറ്റ് മുഴുവൻ എന്നുള്ളതാണ്. ഇതേ ഭർത്താവ് തന്നെ ഇത് ഇടുന്നു, 2 മണിക്കൂറിന് ശേഷം പിന്നെ ഡിലീറ്റ് ചെയ്യുന്നു, അതിനുശേഷം 1-2 ഇന്റർവ്യൂസ് കൊടുക്കുന്നു. അതിനകത്ത് പറയുന്നത് ഞാൻ അപ്പോഴത്തെ ഒരു ഇതിൽ വെറുതെ ഞാൻ എന്നെ മനസ്സിലാക്കുന്ന, എന്റെ സാഹിത്യം മനസ്സിലാക്കുന്നവരൊക്കെ മനസ്സിലാക്കും, ഞാൻ അത് ഉദ്ദേശിച്ചല്ല ഞാൻ ഇട്ടത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതേ ഇന്റർവ്യൂ തന്നെ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് 1 മാസം വരെ നമ്മൾ മിണ്ടാതിരുന്നു. ഒരു വൈകാരിക നിമിഷത്തിൽ എന്റെ കൺട്രോൾ തെറ്റി ഞാൻ ഇട്ടതാണ്. പിന്നെ ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കറിയില്ലേ എനിക്ക് എൻ്റെ ജയേഷേട്ടനെ ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മൾ ആത്മാർത്ഥമായി പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. എൻ്റെ ഏതാണ്ട് 10-22 കൊല്ലം കൊണ്ട് എൻ്റെ കൂടെ എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞു. അപ്പോഴത്തെ ഒരു പൊട്ട ബുദ്ധിയിൽ എനിക്ക് തോന്നിയതാണ് എന്നുള്ളതാണ്. അതായത് 1 കൊല്ലം മുമ്പ് വളരെ കൃത്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇവർ കുറിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ മാനസികമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ 22 കൊല്ലത്തെ എൻ്റെ ദാമ്പത്തിക ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ നമ്മുടെ സ്വകാര്യതയിലേക്ക് എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ആയത് എന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വകാര്യതയെ പാലിക്കണം. അതുമല്ല, ഈ ഒരു ഡിവോഴ്സിന് കാരണം മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് എന്നുകൂടി കുറിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഇവർ തമ്മിൽ എനിക്ക് തോന്നുന്നു ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ വന്ന് സംസാരിച്ച് പാച്ചപ്പായി വന്ന ഒരു കേസുമാണ്. അതിനുശേഷം നിരന്തരം അടിയാണെന്നാണ് അറിയുന്നത്. നമ്മുടെ ഭർത്താവ് കുനിച്ചീർത്തി എന്നെ ഇടിച്ചു എന്നാണ് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തത്, അല്ലേ? അപ്പൊ നിരന്തരം അടിയാണ്. അപ്പൊ ഇനി ഒരു പോസ്റ്റ് വരണമെങ്കിൽ അന്ന് നാണം കെട്ടി അവർ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഈ 2 മണിക്കൂറിനുള്ളിൽ തന്നെ പലവരും ആ പോസ്റ്റ് എടുത്ത് റീപോസ്റ്റ് ചെയ്യും. അതിനെക്കുറിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു. പല വീഡിയോസും ഞാൻ കണ്ടു. പക്ഷെ ഈ ഒരു പോസ്റ്റ് ആക്ച്വലി എന്താണ് അവർ അതിനകത്ത് എഴുതിയതെന്ന് ഞാൻ കുറെ തപ്പിയപ്പോഴാണ് കിട്ടിയത്. അപ്പോഴാണ് മറുനാടൻ മലയാളിയിൽ ഇങ്ങനൊരു സംഭവം കിടക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ഇതിനെ വന്നിട്ട് പല ഇന്റർവ്യൂവിലും വന്ന് ന്യായീകരിക്കുന്നു. ഞാൻ അങ്ങനെയൊന്നും അല്ല, മറ്റതാണ്. അതിൽ തന്നെ ആദ്യം പറയും അങ്ങനെയല്ല, ഞാൻ വെറുതെ എഴുതിയാണ്, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ സാഹിത്യം മനസ്സിലാക്കുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ എഴുതിയതിൻ്റെ
മീനിങ് എന്താണെന്ന് മനസ്സിലാകും എന്ന് ഒരു സൈഡിൽ പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവർ തന്നെ പറയുന്നു അത് നമ്മൾ ഒരു മാസമായിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നി, ആ സമയത്ത് അങ്ങനെ എഴുതിയത്. പിന്നെ എനിക്ക് തോന്നി, എഴുതിയതിന് ശേഷം എനിക്ക് തോന്നി അങ്ങനെ എഴുതേണ്ടതില്ലായിരുന്നു. പിന്നെ വീണ്ടും പറയുന്നു എനിക്ക് അവരെ പിരിയാൻ പറ്റുമോ, നിങ്ങൾക്കറിയില്ല. നമുക്കെങ്ങനെ അറിയാം? നിങ്ങൾക്കറിയില്ല എൻ്റെയും എനിക്ക് ജയേഷേട്ടനെ പിരിയാൻ പറ്റുമോ എന്ന് ആങ്കറിന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഞാൻ ഇപ്പോൾ വയ്ക്കുന്നില്ല. ആങ്കറിനോട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ആങ്കറിന് എങ്ങനെ അറിയാം നിങ്ങൾക്ക് ജയേഷനും തമ്മിൽ എന്താണ് വിഷയം, നിങ്ങളുടെ എന്താണ് അങ്ങനെ കണ്ട് പൊക്കിയെടുത്ത് ഇടിച്ചു എന്തൊക്കെ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ മറന്നു പോകാതെ സബ് ചെയ്യുക. കൂടെ നിൽക്കുക. നമുക്ക് കാണാം. ജയ് ഹിന്ദ്.